Good morning, friends. Another university question. The December 2019 question. It is known that 5% of the books bound at certain bindery have defective binding. Find the probability that at most 2 of 100 books bound by this bindery will have defective binding using the formula for binomial distribution. Second, Poisson approximation to the binomial distribution. This stage probability കണ്ടുപിടിക്കണം. Find the probability കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ it is known that 5% of the books bound by certain bindery will have defective binding. അപ്പോൾ ഇവിടെ നമ്മൾ given p is equal to 5 by 100 എന്ന് പറഞ്ഞാൽ 0.05. p എന്നുള്ളത് 0.05 എടുക്കുക. അപ്പോൾ p 0.05 ആണെങ്കിൽ q എന്ന് പറയുന്നത് 1 minus p ആയിരിക്കും 1.05. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.95. ഇവിടെ n എന്നുള്ളത് 100. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എഴുതാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? NCX p raised to x q raised to n-6. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 CX p എന്ന് പറഞ്ഞാൽ 0.05 raised to x 0.95 whole raised to 100 minus x. ഇതാണ് നമ്മുടെ probability mass function. X is equal to 0, 1, 2, etc. X is equal to 0, 1, 2, etc. അപ്പോൾ നമുക്ക് probability mass function CX p raised to x q raised to n-6 100 CX 0.05 whole raised to x 0.95 whole raised to 100 minus x. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് at most find the probability that at most 2 of 100 books bound by this bindery will have defective binding. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മാർഗം probability of x less than equal to 2. First നമ്മൾ ചെയ്യേണ്ട probability of x less than is equal to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? x less than equal to 2 എന്ന് പറഞ്ഞാൽ f of 0 plus f of 1 plus f of 2. f of 0 plus f of 1 plus f of 2. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ probability mass function. ഈ probability mass functionലെ ആദ്യം x equal to 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 100 C0 0.05 whole raised to 0 into 0.95 100 minus 100. ആദ്യത്തെ കേസിൽ 100 C0 0.05 raised to 0 0.95 whole raised to 100. ഇനി രണ്ടാമത്തെ കേസിൽ 100 C1 0.05 whole raised to 1 0.95 whole raised to 99. ഇനി മൂന്നാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് 100 C2 0.05 whole square 0.95 whole raised to 98. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.09005. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 0.09005. ഇനി ഇതിൽ രണ്ടാമത്തെ കേസിൽ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ഈ സെയിം പ്രോബ്ലം ചെയ്യും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ഈ പ്രോബ്ലം ചെയ്യും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യാനായിട്ട് നമുക്കറിയാം പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്താണ്? f of x is equal to e raised to minus lambda raised to x by x factorial where x is equal to 0, 1, 2, etc. where x is equal to 0, 1, 2, etc. അപ്പോൾ ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിൽ ലാംഡ തന്നിരിക്കുന്ന ഫോർമുലയിൽ ലാംഡ കണ്ടുപിടിക്കാനായിട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n into p എന്നാണ്. n into p ലാംഡ is equal to n into p. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3 എന്നായിരുന്നു. ഒരു ഇൻറ്റു ലാംഡ p എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.05. 100 into 0.5 നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ലാംഡയുടെ വാല്യൂ 5 കിട്ടി. Therefore f of x എന്ന് പറയുന്നത് എന്താണ്? e raised to minus 5 raised to x by x factor where x is equal to 0, 1, 2. ഇനി ഇവിടെ നമുക്ക് probability of x less than equal to 2 ചെയ്യണം. Probability of x less than equal to 2 ചെയ്യുമ്പോൾ probability of x less than equal to 2 എന്ന് പറയുമ്പോൾ f of 0 plus f of 1 plus f of 2. അപ്പോൾ f of 0 എന്ന് പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കണം 0 കൊടുക്കണം. അപ്പോൾ e raised to minus 5 into 5 raised to 0 by 0 factorial. അതുപോലെ e raised to minus 5 raised to 1 divided by 1 factorial. e raised to minus 5 square divided by 2 factorial.
നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ e raised to നമുക്ക് കിട്ടുന്ന വാല്യൂ e raised to -5 പ്ലസ് രണ്ടാമത്തെ കേസിൽ 5 into e raised to -5. മൂന്നാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് e raised to -5 into 25 divided by 2. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.12465. 0.12465. അങ്ങനെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ഒന്ന് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്തു. രണ്ടാമത് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്തു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടിയ പ്രോബബിലിറ്റി എത്രയാണ്? 0.09005 ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയ എത്രയാണ്? 0.12465. എഴുതിയെടുത്തോളൂ.